അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1274, സൂറത്തുൽ അംഫാൽ 72-73 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين آمنوا وهاجروا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير والذين كفروا بعضهم أولياء بعض إلا تفعلوه تكن فتنة في الأرض وفساد كبير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إن الذين آمنوا നിശ്ചയം സത്യവിശ്വാസം സ്വീകരിച്ചവർ വഹാജറു അവർ സ്വന്തം നാടും വീടും വെടിഞ്ഞ് പലായനം ചെയ്യുകയും ചെയ്തു. വജാഹദു അവർ ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ബി അംവാലിഹിം വ അൻഫുസിഹിം അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. വല്ലദീന ഒരു കൂട്ടരും ആവൗ അവർ അഭയം നൽകി വനസറു ഈ സ്വദേശം വെടിഞ്ഞു വന്നവരെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരും ഉലായിക്ക ആ രണ്ടു കൂട്ടരും ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ ഉറ്റമിത്രങ്ങളും പരസ്പരം സഹായികളുമാണ്. വല്ലദീന ആമനു സത്യവിശ്വാസം സ്വീകരിച്ചൊരു കൂട്ടർ എന്നാൽ വലം യുഹാജിറു അവർ സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു കൂട്ടർ മാലക്കും നിങ്ങൾക്കില്ല തന്നെ മിൻ വലായത്തിഹിം അവരുടെ സംരക്ഷണ ബാധ്യതയിൽ നിന്ന് മിൻ ഷൈഇൻ ഒന്നുമില്ല. ഹത്താ യുഹാജിറു അവർ സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്യുന്നതുവരെ. വൈനിസ്തൻസറൂക്കും ഫിദ്ദീനി ഇനി മതത്തിന്റെ വിഷയത്തിൽ അവർ നിങ്ങളോട് സഹായം തേടിയാൽ ഫഅലൈക്കുമുൻ നസ്ർ അവരെ സഹായിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. എന്നാൽ അത് തന്നെ ഇല്ല അലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ് നിങ്ങളുടെയും അവരുടെയും ഇടയിൽ ഒരു കരാറ് നിലനിൽക്കുന്ന വിഭാഗത്തിനെതിരിലൊഴിച്ച്. സത്യനിഷേധികളിൽ നിന്ന് തന്നെ ഒരു കൂട്ടരുമായി നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടില്ല, നിങ്ങൾക്കെതിരെ ഞങ്ങൾ ആരെയും സഹായിക്കില്ല എന്ന അർത്ഥത്തിലുള്ള വല്ല കരാറുകളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാറുണ്ടാക്കിയ അവിശ്വാസികൾക്കെതിരിൽ ഈ വിശ്വാസികളെ സഹായിക്കാൻ തന്നെ നിങ്ങൾക്ക് പാടില്ല. വല്ലാഹു ബിമാ തഅമലൂന ബസീർ അല്ലാഹു തആല നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി കാണുന്നവനാണ്. വല്ലദീന കഫറു സത്യനിഷേധികളായ ആളുകൾ ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ ഉറ്റമിത്രങ്ങളും പരസ്പര സഹായികളുമാണ്. ഇല്ലാ തഫ്അലൂഹു നിങ്ങൾ ഈ സഹായിക്കേണ്ടവരെ സഹായിക്കുകയും അല്ലാത്തവരെ തിരിച്ചറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ തക്കും ഫിത്നത്തും ഫിൽ അർളി ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും. ഫസാദും കബീർ വലിയ പ്രതിസന്ധികളും നാശനഷ്ടങ്ങളും ഉണ്ടാകും എന്ന് അല്ലാഹു തആല പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഈ സൂക്തങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ യുദ്ധത്തിന്റെ നിയമങ്ങൾ, സത്യനിഷേധികളുമായുള്ള സമാധാന കരാറുകളുടെ വ്യവസ്ഥകൾ, അതുപോലെ യുദ്ധത്തടവുകാരായി പിടിക്കുന്നവരോട് കാണിക്കേണ്ട മര്യാദകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം നേരത്തെ സവിസ്തരം പ്രതിപാദിച്ചുവല്ലോ. അതു കഴിഞ്ഞതിന് ശേഷം ഇനി പറയുന്ന സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ തമ്മിലുള്ള ബന്ധവും അടുപ്പവും സത്യനിഷേധികളോടുള്ള അവരുടെ സമീപനവും എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി വിലയിരുത്തുകയാണ്. അപ്പൊ അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
സത്യനിഷേധികൾ പരസ്പരം അവരുടെ നിഷേധത്തിന്റെ സഹായത്തിനു വേണ്ടി കൈകോർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് പരസ്പരം കൈകോർക്കേണ്ടതാണ്. എന്നാൽ ആ കൈകോർക്കുന്ന സമയത്ത് പോലും ഏതെങ്കിലും ഒരു സത്യനിഷേധി ടീമിനോട് നമ്മൾ സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സത്യനിഷേധികളായ ആളുകൾക്കെതിരിൽ ഈ സത്യവിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി കൈകോർക്കാൻ നമുക്ക് പാടില്ല. കാരണം നമ്മൾ കരാറുലംഘനം നടത്തുന്ന വഞ്ചകരായി മാറും. അത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഭൂഷണമായ ഒരു നിലപാടല്ല. നോക്കൂ, നിങ്ങൾ വിശ്വാസികൾക്കെതിരിൽ അവിശ്വാസികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും ആ അവിശ്വാസികളുമായി നമ്മളൊരു സന്ധി സംഭാഷണത്തിലോ കരാറിലോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസികൾക്ക് വേണ്ടി ആ അവിശ്വാസികൾക്കെതിരിൽ പോലും നമ്മൾ കരാറിന്റെ ലംഘനം നടത്തുന്ന പ്രവർത്തനം നടത്താൻ പാടില്ല. എന്തൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള, എത്രമാത്രം സുതാര്യമായ നിലപാടുള്ള ഒരു മതമാണിതെന്ന് നോക്കൂ. ഈ മതത്തെ നോക്കിയാണ് ചില ആളുകൾ ഇത് കടുത്ത തീവ്രമായ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ആശയങ്ങളുടെ സമാഹാരമാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആടന്തറിഞ്ഞു പ്രഭോ അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞതുപോലെ ഈ മതത്തെക്കുറിച്ചൊരു ചുക്കും ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിനീതമായി പറയാനല്ലാതെ നമുക്ക് നിവൃത്തിയില്ല എന്നേ എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങൾ നോക്കൂ, എത്ര വ്യക്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ സൂക്തങ്ങളിലൂടെ ഇനി പറയാൻ പോകുന്ന അടുത്ത സൂക്തങ്ങളിലും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഇവിടെ 4 വിഭാഗമായി പരിചയപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലുള്ള വിശ്വാസികളെ അല്ലാഹു തആല 4 വിഭാഗമായി പരിചയപ്പെടുത്തുകയാണ്. അതിലെ ഒന്നാമത്തെ വിഭാഗം ആണ് ആദ്യം പറഞ്ഞ ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് എന്ന് പറയുന്നത്. അതായത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. അതേപോലെ ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം നാടും വീടും വെടിഞ്ഞ് സമ്പത്തെല്ലാം കൈയൊഴിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പലായനത്തിന് തയ്യാറാവേണ്ടി വന്നു. അങ്ങനെ തയ്യാറാവേണ്ടി വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ മറ്റു വേണ്ടപ്പെട്ടവരെക്കാളും ഞങ്ങളുടെ സ്വന്തം നാടിനേക്കാളും ഞങ്ങളുടെ അസ്ഥിക്ക് പിടിച്ച വിശ്വാസത്തിന്റെ സംരക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മുഖ്യമെന്ന് പ്രഖ്യാപിച്ച് ത്യാഗത്തിന്റെ ആൾരൂപങ്ങളായി അവർ സ്വന്തം നാടും വീടും വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക്, അഥവാ അന്ന് യസ്രിബ് എന്ന് പേരുള്ള മദീനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇന്ന് പറയുന്ന മഹത്തായ തൈബ എന്ന അനുഗ്രഹീതമായ നാട്ടിലേക്ക് ബഹുമാനപ്പെട്ട സഹാബികൾ ഹിജ്റ പോയി. ആ മുഹാജിറുകൾ എന്ന് സാങ്കേതികമായി പറയുന്നവരാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗമാണ് വല്ലദീന ആവവ്വനസറു എന്ന് പറയുന്നത്. ആ വെറും കൈയോടെ വരുന്ന മക്കക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ വരുന്ന ആ മക്കയിൽ നിന്ന് വരുന്നവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ആ വരുന്ന ആളുകൾ അത്രയും അവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്താൽ, അവരെ നമ്മൾ സ്വീകരിച്ചാൽ ഇവർക്ക് ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരില്ലേ? എന്തിനീ പൊല്ലാപ്പിന് നിൽക്കണം? എന്തിനീ വഴിയെ പോണ വയ്യാവേലി നമ്മൾ ഏറ്റെടുക്കണം എന്ന് ചിന്തിച്ചില്ല മഹാന്മാരായ മദീനക്കാർ. മറിച്ച് അവർ 2 കൈയും നീട്ടി മക്കയിൽ നിന്ന് വരുന്നവരെ സ്വീകരിച്ചു. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ അവർ സർവാത്മന തയ്യാറായി. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അവരുടെ കയ്യിലുള്ളതെല്ലാം വന്ന അതിഥികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ കാണിക്കുന്ന വിശാല മനസ്സ് അതായിരുന്നു ആ മഹാന്മാരായ സഹാബത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അവരെ പേരിട്ട് വിളിക്കുന്നത് അൽ അൻസാർ എന്നാണ്. പരമമായിട്ട് സഹായത്തിന്റേതായിട്ടുള്ള ആൾരൂപങ്ങൾ. എന്തൊരു വലിയ അംഗീകാരമാണ് എന്ന് നോക്കൂ. അതാണ് അള്ളാഹു പറഞ്ഞത് വല്ലദീന ആവൗ, അവരഭയം നൽകി, വനസറു അവർ സഹായിക്കുകയും ചെയ്തു ഈ വന്നവരെ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിനെയും കൂട്ടി മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ വെറും കൈയോടെ വരുന്ന ഈ സഹാബത്തിനെ മദീനക്കാരാകുന്ന സഹാബികൾ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ
അവർക്ക് വേണ്ട ഫലൗല അന്നഹും ആവവ നസറു വബദലു നഫ്സ വൽ മാല ഫീ ഖിദ്മത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇസ്ലാഹി മുഹിമ്മത്തി അസ്ഹാബിഹി ലമാ തമ്മൽ മഖ്സൂദു അൽബത്ത. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മദീനയിലേക്ക് വരുമ്പോ അവരെ സ്വീകരിക്കുന്നത് ഞങ്ങൾക്കൊരു കുരുക്കാവുമെന്ന് മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട സഹാബികളെ കൈയൊഴിയാനെങ്ങാനും മദീനക്കാര് തയ്യാറായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു കടുത്ത നിലപാട് അവരെടുത്തിരുന്നുവെങ്കിൽ ലമാ തമ്മൽ മഖ്സൂദ്, മക്കയിൽ നിന്ന് പലായനം ചെയ്തു പോകുന്നവരുടെ ലക്ഷ്യം പൂവടിയുമായിരുന്നില്ല. അതേസമയത്ത് മദീനക്കാരെന്താ ചെയ്തത്? ആവൗ, മക്കത്തുനിന്ന് വരുന്നവർക്ക് അഭയം നൽകി, വനസറു, മക്കത്തുനിന്ന് വരുന്നവരവർ സഹായിക്കുകയും ചെയ്യൂ, കൈയൊഴിഞ്ഞ് സഹായിച്ചു. എത്രത്തോളം നിങ്ങൾ നോക്കൂ, 2 ഭാര്യമാരുള്ള മദീനത്തെ മുസ്ലിമീങ്ങൾ അവര് ഈ മക്കത്തുനിന്ന് വന്ന സഹോദരന് വേണ്ടി ഇഷ്ടമുള്ള ഭാര്യയെ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കൊടുക്കാൻ റെഡിയാവുകയും എന്നിട്ട് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സന്മനസ് കാണിക്കുകയും ചെയ്തു. എന്റെ പ്രോപ്പർട്ടി ഇതൊക്കെയാണ്. അവർ ഈ മദീനത്തുനിന്ന് വന്ന സഹോദരന്മാരുടെ ഇടയിൽ, മക്കത്തുനിന്ന് വന്ന സഹോദരന്മാർക്കിടയിൽ തദ്ദേശീയരായ മദീനക്കാർ അവരുടെ സ്വത്ത് വിവരം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഇത്ര പ്രോപ്പർട്ടി ഉണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതു ഭാഗമാണോ, ഇതിന്റെ കണ്ണായ സ്ഥലം നിങ്ങൾക്ക് വേണോ, അത് നിങ്ങൾ എടുത്തോളൂ, മനസ്സറിഞ്ഞ് തരികയാണ് ഞാൻ. ഇത് പറയാൻ അവർ കാണിച്ച വിശാല മനസ്സ്, അതാണ് അൻസാറുകൾ. അല്ലാഹു തആല മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നമ്മളെ തൊട്ടെല്ലാം ഖൈറായ പ്രതിഫലം നൽകട്ടെ. ആ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹക്കായ ദീനിൽ അടിയുറച്ചു നിൽക്കാനും ആ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്തൊരു ത്യാഗമാണ് സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു കൂട്ടർ നാടും വീടും ഉപേക്ഷിച്ച് സമ്പത്തും ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും കൈയൊഴിഞ്ഞ് എന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് ഞാൻ ഇത്രയും ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് അവർ കടന്നുവരുന്നു. ആ കടന്നുവരുന്നവരെ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് പിന്നീടതൊരു വലിയ ചോദ്യചിഹ്നമാകുമെന്ന് ചിന്തിച്ച് ഞങ്ങൾ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ വന്നവരെ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് ഉണ്ണാനും ഉടുക്കാനും അവർക്കാവശ്യമായ എല്ലാ പശ്ചാത്തലങ്ങൾ ഒരുക്കിക്കൊടുക്കാനും എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് സജീവമായി പ്രവർത്തിച്ചവർ. നോക്കൂ നിങ്ങൾ, ആ മദീനക്കാരായ ആളുകൾ അവരുടെ സ്വന്തം താൽപര്യങ്ങളും ആവശ്യങ്ങളുമെല്ലാം ബലികഴിച്ച് മക്കത്തുനിന്ന് വരുന്ന ശ്രേഷ്ഠരായ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാം കൊടുക്കാനും അതെല്ലാം അവർക്ക് വേണ്ടി നൽകാനും അതിൽ സംതൃപ്തി കണ്ടെത്താനും കാണിച്ച വിശാല മനസ്സ്. ആ 2 വിഭാഗമാണ് മുസ്ലിമീങ്ങളിലെ റസൂലുള്ളാന്റെ കാലത്തെ ഏറ്റവും ആദ്യത്തെ 2 വിഭാഗം. ആ 2 വിഭാഗവും വല്ലാത്ത പവറുള്ളവരാണ്, വലിയ മഹത്വമുള്ളവരാണ്. ഖുർആൻ പലയിടത്തും അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ 2 കൂട്ടരുടെയും ചരിത്രം ഒന്നിച്ചു വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഇന്നല്ലദീന ആമനൂ ഹാജറൂ വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, സത്യവിശ്വാസം സ്വീകരിച്ചു, സ്വന്തം നാട് വിട്ട് പലായനം ചെയ്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് പോരാട്ടം നടത്തി. അങ്ങനെയുള്ള മക്കക്കാർ വല്ലദീന ആവവ നസറു, അവർക്ക് അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്ത മദീനക്കാർ, ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ സംരക്ഷകരാണ്, സഹായികളാണ്. അഥവാ ഇവർ തമ്മിൽ വല്ലാത്ത ആത്മബന്ധവും അതേപോലെ തന്നെ അവർ തമ്മിൽ വലിയ അടുപ്പവുമുണ്ട്. അതാണ് 2 വിഭാഗം. മൂന്നാമത്തെ വിഭാഗം വല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചു, വലം യുഹാജിറു, പക്ഷെ അവർ മദീനത്തേക്ക് പലായനം ചെയ്തില്ല. അതായത് റസൂലുള്ളാന്റെ കൂടെ മദീനത്തേക്ക് ഹിജറ പോകുന്നതിൽ അവർ സംബന്ധിച്ചില്ല, മറിച്ച് അവർ മക്കയിൽ തന്നെ നിലകൊണ്ടു, സ്വന്തം നാടും വീടും വിട്ടില്ല. വിശ്വസിക്കാൻ തയ്യാറാവുക എന്ന പുണ്യം അവർ ചെയ്തു. അപ്പോ അതേസമയത്ത് പലായനം ചെയ്യുക എന്ന പുണ്യത്തിൽ അവർ പങ്കാളികളായില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് വിശ്വാസികളോട് പറയാണ്. എന്താണ്? മാലക്കും മിൻ വലായത്തിഹിം മിൻ ഷൈഇൻ, അവരെ സംരക്ഷണ ചുമതലയിൽ നിന്ന് ഒന്നും നിങ്ങളുടെ മേലിലില്ല. അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതയൊന്നും നിങ്ങൾക്കില്ല. മറിച്ച് അവർ മക്കത്തന്നെ നിൽക്കാൻ തീരുമാനിച്ചില്ലേ, അതുകൊണ്ട് അതിന്റെ വരും വരായികകൾ ആരെന്നെ അനുഭവിക്കണം? അവർ തന്നെ അനുഭവിക്കണം. എന്നാൽ ബഹുമാനപ്പെട്ട ഖുർആൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആളുകൾക്ക് കൂടി
മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള പ്രചോദനമുണ്ടാക്കലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാ വിശ്വാസമുള്ളവർ, മനസ്സ് ഒന്നിച്ചിട്ടുള്ളവർ, അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയും ഒരു ഗ്യാങ്ങായി സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഒരു ടീം വർക്കായി നടത്തുകയും ചെയ്താൽ അത് കൂടുതൽ ഫലപ്രദവും നല്ല ശക്തിയുള്ളൊരു സംവിധാനത്തെ കെട്ടിപ്പടുക്കലുമാകുമല്ലോ. അതാണ് അതിന്റെ ഒന്നാമത്തെ ഘടകം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണ ചുമതലയൊന്നും നിങ്ങൾ ഏൽക്കണ്ട. അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളൊന്നും നിങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. ഹത്താ യുഹാജിറു, അവർ പലായനം ചെയ്യുന്നതുവരെ. പലായനം ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെ അവർ അർഹരാകും. എന്നാൽ സംരക്ഷണ ചുമതല നിങ്ങൾ ഏൽക്കണ്ടെങ്കിലും വൈനിസ്തൻസറൂക്കും ഫിദ്ദീനി, മതത്തിന്റെ വിഷയത്തിൽ അവർ നിങ്ങളോട് വല്ല സഹായവും ആവശ്യപ്പെട്ടാൽ ഫഅലൈക്കുമുൻ നസ്ർ, അവരെ നിങ്ങൾ സഹായിക്കണം. അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് അവിടെ വല്ല ഭീഷണിയും വരുമ്പോ അവർ നിങ്ങളോട് സഹായം തേടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കണം. സാമ്പത്തിക സഹായമല്ല, അല്ലാത്ത നിലക്കുള്ള ആദർശപരമായ സഹായം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എന്നാൽ ആ സഹായം ചെയ്യണമെങ്കിൽ തന്നെയും അവിടെ ഒരു നിയമമുണ്ട്. എന്താ? ഇല്ലാ അലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്, നിങ്ങളുടെയും അവരുടെയും ഇടയിൽ കരാറ് നിലനിൽക്കുന്ന ഒരു വിഭാഗത്തിനെതിരിലായിട്ടൊഴിച്ച്. അപ്പോ നിങ്ങൾ ഒരു സ്ഥലത്ത് വിശ്വാസികളായി താമസിക്കും, നിങ്ങൾ ഹിജറ പോയിട്ടില്ല, അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മുസ്ലിമീങ്ങളോട്, മദീനത്തുള്ള മുസ്ലിമീങ്ങളോട് സഹായം തേടുന്നു. എന്നാൽ ആ സഹായം തേടാൻ വേണ്ടി അവർ വരികയാണ്. സഹായിക്കാൻ അവർക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു. പക്ഷെ സഹായിക്കാൻ വരുന്ന സ്ഥലത്തുള്ള അമുസ്ലിമീങ്ങളോട്, അവിശ്വാസികളോട് മുസ്ലിമീങ്ങൾ വല്ല സമാധാന കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറിൽ ഏർപ്പെട്ട ആളുകൾക്കെതിരെയാണല്ലോ ഇവരെ സഹായിക്കേണ്ടത്. ആ സഹായം ചെയ്യാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇസ്ലാമിന് വർഗീയതയല്ലല്ലോ, മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സമാധാന സന്ധിയുടെ അതിനുവേണ്ടി എത്ര വലിയ വില കൊടുക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. അതിന് വലിയ വില കൊടുക്കാൻ തയ്യാറാകണമെന്നല്ലേ ഖുർആന്റെ പ്രഖ്യാപനം. അപ്പൊ അവിടെയുള്ള ഇവരുടെ എതിരിൽ നിൽക്കുന്ന ശത്രുക്കൾ, ആ ശത്രുക്കളായിട്ട് മുസ്ലിമീങ്ങൾ ഒരു സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറിനെതിരായിട്ട് അവിടെയുള്ള വിശ്വാസികളെ, തദ്ദേശീയരായ വിശ്വാസികളെ സഹായിക്കാൻ മുസ്ലിമീങ്ങൾ പോകാൻ പാടില്ല. കാരണം അങ്ങനെ പോയാൽ അത് മുസ്ലിമീങ്ങൾ കരാർ ലംഘനം നടത്തുന്നവരും അതേപോലെ തന്നെ വാക്ക് പറഞ്ഞിട്ട് ചീറ്റിംഗ് നടത്തുന്നവരുമാണ് എന്ന ദുഷ്പേരുണ്ടാക്കും. അതൊരിക്കലും തന്നെ ഇസ്ലാം അംഗീകരിക്കുകയോ അതിനെ പിന്തുണക്കുകയോ ചെയ്യുന്നില്ല. ഇത്ര സുതാര്യമാണ് ഇസ്ലാമിന്റെ നയം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അതായത് ഈ പെരുമാറ്റച്ചട്ടവും നിലപാടുകളൊന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലംഘിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോ നിങ്ങൾ കരാർ ലംഘനം നടത്തുകയോ അതേപോലെ തന്നെ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾക്കെതിരിൽ വല്ല നിലപാടുമെടുക്കുകയോ ചെയ്താൽ അള്ളാഹു തആല അത് കാണുകയും അർഹമായ ശിക്ഷ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ ആയത്തിൽ ഉലൈക ബഅ്ളുഹും ഔലിയാഉ ബഅ്ൾ, ഈ മുസ്ലിമീങ്ങൾ അഥവാ മക്കത്തുനിന്ന് വന്ന മുഹാജിറും മദീനത്തുള്ള അൻസാരികളും അവർ ചിലരുടെ ഉറ്റമിത്രങ്ങളും സംരക്ഷകരുമാണ് എന്ന് പറഞ്ഞപ്പോ ആ മൈത്രി ഏതുവരെ നിലനിൽക്കും എന്നുവരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. മദീനത്തുള്ള ഒരു മുസ്ലിമിന്റെയും മക്കത്തുനിന്ന് ഒരു മുസ്ലിമിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ റസൂല് ഭായി എന്നൊരു ബന്ധം പ്രഖ്യാപിച്ചു. രണ്ടുപേരും സഹോദരന്മാരാണ് എന്ന്. ആ സഹോദരന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നീട് മദീനക്കാരനായിട്ടുള്ള ആ സഹോദരൻ മരണപ്പെട്ടാൽ മക്കത്തുനിന്ന് വന്ന ആൾക്ക് വല്ല സമ്പത്തുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഹിതം അനന്തരമായി മദീനത്തുള്ള ആളുടെ കുടുംബത്തിന് കൊടുക്കണം. ഇനി മക്കക്കാരനാണ് മരണപ്പെട്ടതെങ്കിൽ മദീനത്തുള്ള ആളുടെ സമ്പത്തുന്നൊരു വിഹിതം മക്കക്കാരന് കൊടുക്കണം. ഇങ്ങനെയായിരുന്നു ആദ്യത്തെ നിയമമെന്ന്. എന്നാൽ പിന്നീട് അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് അത് കുടുംബ ബന്ധവുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും ആദർശബന്ധവുമായി ബന്ധപ്പെട്ടതല്ലെന്നുമുള്ള പ്രഖ്യാപനം ഖുർആൻ നടത്തിയപ്പോൾ ആ നിയമം മാറി എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന കാര്യം. അത്ര വലിയ ഈടുറ്റ ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സംഗതി. ഇനി അല്ലാഹു തആല പറയുന്നത് വല്ലദീന കഫറു, സത്യനിഷേധികൾ ബഅ്ളുഹും ഔലിയാഉ ബഅ്ൾ, അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ സംരക്ഷകരാണ്. സത്യനിഷേധികളാണെങ്കിൽ അവർ ഇസ്ലാമിനെതിരിൽ അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റിംഗ് ഉണ്ടാകും, അവർ തമ്മിൽ ഭയങ്കര ആശയ സംഘട്ടനങ്ങളുണ്ടാകും. എന്നാലും മുസ്ലിമിനെതിരിൽ അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം, ഇല്ലാ തഫ്അലൂഹു, നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ, അതായത്
സത്യവിശ്വാസികളെ സഹായിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ഈടുറ്റ ബന്ധം അത് തക്കുൻ ഫിത്നത്തും ഫിൽ അർളി ഫസാദുൻ കബീർ, ഭൂമിയിൽ വലിയ കുഴപ്പവും അതേപോലെ തന്നെ പരീക്ഷണങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സ്വസ്ഥത നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആദർശപരമായ സമീപനങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്നുകൂടി അള്ളാഹു ഉണർത്തിയിരിക്കുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാം നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.